ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം പ്രസ് ക്ലബ് ഹാളിൽ മുൻ ചീഫ് സെക്രട്ടറി ആർ രാമചന്ദ്രൻ നായർ IAS ഉദ്ഘാടനം ചെയ്തു. പ്രകാശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി ഉപേന്ദ്രൻ കോൺട്രാക്ടർ, സ്റ്റേറ്റ് ലീഗൽ സെക്രട്ടറി RR നായർ, നാഷണൽ ട്രഷറർ MBG നായർ, സ്റ്റേറ്റ് പ്രസിഡന്റ് അനിൽ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രകാശ് ചെന്നിത്തലയുമായിട്ട് എനിക്ക് ചെറുപ്പകാലത്തെ ബന്ധമുണ്ട്. അതെല്ലാം ഒരു യോഗത്തിന് കഴിഞ്ഞാൽ വരാതിരിക്കാൻ പ്രയാസമാണ്. അഡ്വക്കേറ്റ് ഫിലിപ്പ് ജോസഫ് പുത്തൻചിറ പ്രസിഡന്റ്, ഡോക്ടർ അജിത് ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ മേരി CA, ട്രഷറർ വിജയകുമാർ ഗുരുക്കൾ എന്നിവരെ ജില്ലാ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. നമ്മുടെ രാജ്യത്ത് തന്നെ എന്റെ മുമ്പിലിരിക്കുന്ന പലരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം അവരുടെ നീറിപ്പുകയുന്ന ചില വേദനകൾ. അതുപോലുള്ള ഒരു വേദനയെ പ്രതികരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ സംഘടനകൾ ഒട്ടനവധി ഇല്ലാത്തതുകൊണ്ടല്ല, ധാരാളം സംഘടനകളുണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും സംഘടനയുടെ വേലിയേറ്റങ്ങളാണ്. എന്നാൽ പ്രവർത്തനാത്മകമായി ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും മുമ്പോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒത്തിരി സംഘടനകളെ കാണും. മുൻപോട്ട് പോയി ആളുകളുടെ ആവശ്യങ്ങൾ, നൂറുകണക്കിന് ആളുകൾക്ക് പട്ടയം ലഭിക്കാത്തവർക്ക് പട്ടയം മേടിച്ചു കൊടുക്കുവാനും, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, നീതി താമസിക്കപ്പെടുമ്പോൾ അത് നീതി നിഷേധം തന്നെയാണ്. ചോദിച്ചാൽ സാർ അവരുടെ എല്ലാ ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ, സാർ ഇവിടെ ഇരിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് തെറ്റായ ഞാൻ ഭരണഘടന അനുസരിച്ച് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കാൻ നല്ലല്ലോ. ഇന്ത്യയിൽ എവിടെയും വിട്ടാൽ ഞാൻ പോകാൻ തയ്യാറാണ്. അങ്ങനെയാണ് അദ്ദേഹം മഹാരാഷ്ട്ര പറയുന്നത്. എനിക്ക് വേറെ ഒന്നും, എനിക്ക് ചെലവിൽ വേണം, ഈ 5 ലക്ഷം വേണം, ഈ 4 ലക്ഷം രൂപ അടയ്ക്കണം, എന്റെ കുട്ടിയെ 2 കുട്ടി വേറെ ഒന്നും വേണം, മാസം 1.5 ലക്ഷം രൂപ ചെലവ് മതിയല്ലോ. അവന്റെ കൈ പിറക്കെ കെട്ടിയിരിക്കുകയാണ്, അവൻ തൊഴാൻ പറയുകയാണ്. പിറക്കെ ചങ്ങലക്കിട്ട് കൈ കെട്ടി ബന്ധിതനാക്കി എടുത്തന്നെ പറയുന്നത് ദൈവത്തിന്റെ പടം എനിക്ക് തൊഴു എന്ന് പറയാൻ പറ്റൂ. ഇതാണ് നിയമം, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഈ മോശമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. അതിനാണ് ഈ സംഘടന. ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുമ്പോഴേക്കും നമുക്ക് സുഖമാണ്. നമ്മൾ നാടകം കണ്ട പോലെയും ഒരു സിനിമ കണ്ടതുപോലെയും നമുക്ക് ഉത്സാഹം വരുന്നു. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിയമത്തിന്റെ വരുമ്പോൾ എവിഡൻസിന്റെ ഭാഗത്ത് വരുമ്പോൾ ശിക്ഷിക്കൂ. അങ്ങനെ ശിക്ഷിക്കാനൊന്നും നോക്കൂല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ ഒരു അതിക്രമത്തിന് ഇരയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവള് ആശുപത്രി പോകണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണം, പോലീസിൽ വിവരം അറിയണം, ബന്ധപ്പെട്ടവരുണ്ട്, അത് കോടതി കൊടുക്കണം. പക്ഷെ ഇതിന് ഒരു കാര്യമുണ്ട്, മുമ്പ് ഇത് കാലഹരണം ഉണ്ടായിരുന്നു, പെട്ടെന്ന് കൊടുക്കണം. FIR ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും പെട്ടെന്ന് കൊടുക്കുന്നതാണ് സത്യം എന്നുള്ളതാണ്. ഇപ്പോഴേ 30 കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയായിട്ടാണ് ഞാൻ ശ്രീ പ്രകാശ് ചെന്നിത്തല സാറിനെ കാണുന്നത്. ഏതാണ്ട് 3-4 വർഷത്തിനപ്പുറം വായിച്ചിട്ടുണ്ടെങ്കിലും ആളാരെന്ന് അറിഞ്ഞു കാണുകയില്ല. ഏതാണ്ട് സാമ്പത്തിക നഷ്ടത്തെ കുറിച്ച് ഞാനിവിടെ വിവക്ഷിക്കുന്നത് ഇത് ഉചിതമായ വേദിയല്ല. ഒരു പുരുഷായുസ് മുഴുവൻ മനുഷ്യന്റെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടപ്പോഴൊക്കെ ചാവേർ പടയാളിയെ പോലെ മുൻപോട്ട് വന്ന് അതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കുവാനും ആളുകളെ സംഘടിപ്പിക്കുവാനും അങ്ങനെ ഒരു നല്ല സംഘാടകത്വം ഉള്ളതുകൊണ്ട് ഈ കേരളം മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയായിട്ടാണ് ഞാൻ ശ്രീ പ്രകാശ് ചെന്നിത്തല സാറിനെ കാണുന്നത്.